ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വിഷയം 2024 പുതുവർഷത്തിൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേർന്നേക്കാവുന്ന ശുഭകരവും അശുഭവുമായ ഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് ജാതകൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ 2024 ചതയം നക്ഷത്രക്കാർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുവാനും അങ്ങനെ വന്നു ചേരുന്ന ബന്ധങ്ങൾ വഴി ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരികയും ചെയ്യുന്നതാണ്. ദൈവീകമായ കാര്യങ്ങളിലും ആധ്യാത്മിക വിഷയങ്ങളിലും ഈ സമയത്ത് ജാതകർക്ക് താല്പര്യം വർദ്ധിക്കുന്നതായിരിക്കും. ഒരു തൊഴിൽ നേടുവാനുള്ള പരിശ്രമങ്ങൾ പൂർണ്ണമായി അല്ലെങ്കിലും ഭാഗികമായി വിജയിക്കുക തന്നെ ചെയ്യും. സ്വന്തം പ്രവർത്തികൾ മൂലം പേരുദോഷം കേൾക്കേണ്ട സാഹചര്യം വന്നു ചേരുന്നതാണ്. ആയതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ ആത്മധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ആത്മധൈര്യം കൈവിടാതെ സൂക്ഷിക്കുക എന്നർത്ഥം. ഇതിനെല്ലാം ഉപരി പ്രവർത്തന മേഖലയിലോ കുടുംബ സാഹചര്യത്തിലോ എവിടെയായാലും മുൻകോപം എന്ന അവസ്ഥ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതാണ് നല്ലത്. ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾക്കിടയിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾ വളർത്തിക്കൊണ്ട് പോകാതെ രമ്യതയിൽ എത്തിക്കുവാൻ ശ്രമിക്കുക. ജാതകരുടെ മാതാവിന് രോഗാവസ്ഥ, ശാരീരിക അസുഖങ്ങൾ എന്നിവ വരാനും വൈദ്യ സന്ദർശനം ചെയ്യുവാനുമുള്ള യോഗവും ഈ അവസരത്തിൽ ഉണ്ടായെന്ന് വരും. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ഔദ്യോഗിക മേഖലയിലോ ബിസിനസ് തൊഴിൽ മേഖലയിലോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം അല്പം ആശ്വാസം ഉണ്ടാകുന്ന കാലമാണ്. കൂടാതെ ഈ സമയത്ത് യാത്രകൾ അനിവാര്യമായി വരുന്നതുമായിരിക്കും. കുടുംബപരമായി മറ്റൊരു കാര്യം പറയുവാനുള്ളത്, സഹോദരനോ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നതോ ആയ ബന്ധുജനങ്ങൾ മുഖേന മനോദുഃഖം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പരസ്പരം സ്നേഹിക്കുകയും പ്രേമവിവാഹത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് വീട്ടുകാരിൽ നിന്ന് അനുകൂലമായ മറുപടി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പുതിയതായി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ കാലമായിരിക്കും 2024. ഗൃഹത്തിലേക്ക് വിലപിടിപ്പുള്ളതായ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബത്തിൽ തന്നെ മംഗളകരങ്ങളായ കർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. ജാതകർ നിങ്ങൾ വിശ്വസിക്കുന്ന ചൈതന്യത്തെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷമയോടെ ശ്രദ്ധാപൂർവം ചെയ്യുകയുമാണ് വേണ്ടത്. കൂടാതെ സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. സ്ത്രീകൾ വഴി
കലഹങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. കുടുംബത്തിൽ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിനായി കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ നടത്തുന്ന ചർച്ചയിലോ ഒത്തുതീർപ്പിലോ മുഖം തിരിച്ച് നിൽക്കാതെ അവരോട് സഹകരിച്ച് പോകുവാൻ ശ്രമിക്കുക. ഉത്തരവാദിത്തങ്ങളായ ജോലികൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. കാര്യങ്ങൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുക എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവം ഒന്നിൽ കൂടുതൽ തവണ ആലോചിച്ച് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപമാനത്തിന് ഇടയുള്ളതിനാലാണ് അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമെന്ന് കൂടി പറയാം. അപ്പോൾ ചതയം നക്ഷത്രക്കാർ ഈ സമയം ദോഷപരിഹാരങ്ങൾക്കായി ഗണപതി ഭജനം നടത്തുന്നതാണ് ഉത്തമം. ഗണപതി ക്ഷേത്ര ദർശനവും ഗണപതി പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നതാണ് ഉത്തമമായ കാര്യം. കൂടാതെ വെള്ളിയാഴ്ച ദിവസം കദളിപ്പഴമോ അഷ്ടദ്രവ്യങ്ങളോ ഗണപതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഗണപതിക്ക് നിവേദിക്കുക എന്നാണ് പ്രാർത്ഥിക്കുക. ചതയം നക്ഷത്ര ദിവസം ഗണപതി പൂജയോ ഗണപതി ഹോമമോ ചെയ്യുന്നതും ഉത്തമമായ കാര്യം തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എവരുടെയും പ്രതികരണത്തിന് മറുപടി തരുന്നതാണ്. സമയം കിട്ടുന്ന പോലെ കുറച്ച് വൈകിയാലും എല്ലാവർക്കും മറുപടി തന്നിരിക്കും. എല്ലാ നല്ലവരായ ജനങ്ങൾക്കും ഐശ്വര്യം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.